അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു പൊതു ബിൽഡിംഗ്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പിന്നെ പാസ്പോർട്ട് ഓഫീസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പൊതു കാര്യാലയങ്ങളുടെ മുന്നിൽ പോയാൽ അവിടെ കാണാം മവാഖിഫ് ഖാസ് എന്ന് കാണാം. മവാഖിഫ് ഖാസ്, അതേപോലെ മവാഖിഫ് ആം എന്നും കാണാം. മവാഖിഫ് ഖാസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പാർക്കിംഗ് എന്നാണ്. മവാഖിഫ് ആം എന്ന് പറഞ്ഞാൽ പൊതു പാർക്കിംഗ് ആണ്. അപ്പം നമുക്ക് വണ്ടിയായിട്ട് പോകുമ്പോൾ അത് അത്യാവശ്യമാണ് ഈ വിഷയം പഠിക്കൽ. അപ്പോൾ ഇവിടെ കാണാം മദ്ഖലു റഈസി, മദ്ഖൽ റഈസി എന്ന് കാണാം. അതിലൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത്. മദ്ഖൽ റഈസി എന്ന് പറഞ്ഞാൽ മെയിൻ എൻട്രൻസ് എന്നാണ്, പ്രധാന കവാടം. അതുപോലെ അവിടെ കാണാം തവാരി എന്ന് കാണാം. തവാരി, മദ്ഖൽ തവാരി എന്ന് കാണാം. അത് പിന്നെ എമർജൻസി എൻട്രൻസ് എന്നാണ് മദ്ഖൽ തവാരി. അതുപോലെ ചില ബസ് വണ്ടികളിലൊക്കെ കാണാം മഖ്റജ് തവാരി എന്ന് കാണാം. എമർജൻസി എക്സിറ്റ്, അത് നിർബന്ധമാണല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ കാണാം. പിന്നെ നമ്മൾ ഒരു ഓഫീസിലേക്ക് കയറിയ അവിടെ ഇസ്തിഖ്ബാൽ എന്ന് കാണാം. ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ എന്നാണ്. നമ്മളൊരു ഹോട്ടൽ, വലിയ ഹോട്ടൽ ബുക്കൊക്കെ, ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ ഇസ്തിഖ്ബാൽ എന്ന് കാണാമെങ്കിൽ റിസപ്ഷനാണ്. അവിടെയാണ് ആദ്യം നമ്മൾ പോയി എൻട്രി ചെയ്യേണ്ടത്. പിന്നെ എൻട്രി ചെയ്യുന്നതിന് പറയുന്നത് തസ്ജീൽ എന്നാണ്. തസ്ജീൽ പറഞ്ഞാൽ എൻട്രി ചെയ്യുക എന്നാണ്, രജിസ്ട്രേഷൻ ചെയ്യുക എന്നൊക്കെ. തസ്ജീൽ അത് നമുക്ക് പിന്നെ സ്കൂളിൽ തസ്ജീൽ ഉണ്ടാവും അല്ലേ, രജിസ്ട്രേഷൻ ഉണ്ടാവും, അതായത് ഓഫീസുകളിലുണ്ടാവും, പലയിടത്തും ഉണ്ടാവും. തസ്ജീൽ, സജ്ജിൽ എന്ന് പറയുക. സാധാരണ നമ്മളൊരു കടയിൽ പോയാൽ അവിടെ നമ്മൾ പൈസ കൊടുക്കുന്ന കടമായിട്ടാണ് സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ സാധാരണ അറബികൾ ഉപയോഗിക്കുന്നത് സജ്ജിൽ എന്ന് പറയും. എന്നാൽ എഴുതിക്കോ എന്നാണ്. അത് തസ്ജീൽ, രജിസ്ട്രേഷൻ. പിന്നെ റൂമിന് ഓർഫ എന്നാണ് പറയുന്നത്. വേറെ ബിൽഡിങ്ങുമായി സംബന്ധമായിട്ട് വേറെ വീഡിയോയിൽ വിശദമായി പറയും. അപ്പോൾ റൂമിന് പറയുന്ന വാക്കാണ്. ഈ സന്ദർഭത്തിൽ ചിലപ്പോൾ ആവശ്യം വരും. ഓർഫ എന്നാണ്. അസ്സലാമു അലൈക്കും.